കുംഭകർണൻ ഒന്ന് ചിരിച്ചു. ചേട്ടാ, പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. ചേട്ടൻ ചെയ്തത് ശരിയായില്ല. മറ്റൊരാളുടെ ഭാര്യയെ അപഹരിച്ച് കൊണ്ടുവന്ന് ലങ്കയിൽ പാർപ്പിച്ചത് മോശമായിപ്പോയി. പാവം വിഭീഷണൻ അത് പറഞ്ഞതാണ്. പക്ഷെ ചേട്ടൻ അപ്പോൾ അവനെ ഓടിച്ചു വിട്ടു. കൊള്ളാവുന്ന മന്ത്രിമാരൊന്നും ഇവിടെ ഇപ്പോഴില്ല. സാഹചര്യങ്ങൾ അറിഞ്ഞ് നാടിനും രാജാവിനും നല്ലതെന്തെന്ന് ഉപദേശിക്കുന്നവരാകണം മന്ത്രിമാർ. അല്ലാതെ രാജാവിന് ഇഷ്ടമുള്ളതെല്ലാം അങ്ങനെ തന്നെ എന്ന് സമ്മതിക്കുന്നവരല്ല മന്ത്രിമാർ. എന്തായാലും വന്നത് വന്നു. എനിക്കറിയാവുന്ന കാര്യം ഞാൻ ചേട്ടനോട് പറയാം. ഇടയ്ക്കൊരു ദിവസം ഞാൻ നമ്മുടെ ദേവമുനി നാരദനെ കണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് ഒരു വിവരം പറഞ്ഞു. അസുരന്മാരുടെ ശല്യം കൊണ്ട് കഷ്ടപ്പെട്ട് ഭൂമിദേവിയും ദേവന്മാരും ബ്രഹ്മാവും എല്ലാവരും കൂടി മഹാവിഷ്ണുവിനെ കണ്ട് പരാതി പറഞ്ഞത്രേ. രാക്ഷസകുലത്തെ ഒടുക്കുവാൻ മനുഷ്യനായി ഭൂമിയിൽ വന്ന് പിറക്കുമെന്നാണ് വിഷ്ണു പറഞ്ഞത്. അങ്ങനെയെങ്കിൽ രാമനായി ജന്മമെടുത്തത് സാക്ഷാൽ മഹാവിഷ്ണുവാണ്. സീതയെ തിരികെ കൊടുത്ത് രാമനാമം ജപിച്ചാൽ ചേട്ടൻ ഇതുവരെ ചെയ്ത പാപങ്ങളൊക്കെ തീരും. അല്ലെങ്കിൽ ലങ്ക നശിച്ചു പോകും, എല്ലാവരും കൊല്ലപ്പെടും. കുംഭകർണൻ പറഞ്ഞു നിർത്തി. രാവണന് കോപം കൊണ്ട് കണ്ണ് കാണാതായി. ഇത്ര കഷ്ടപ്പെട്ട് നിന്നെ ഉണർത്തിയത് എന്നോട് തത്വം പറയാനല്ല. നിനക്ക് പറ്റില്ലെങ്കിൽ അത് പറയ്. യുദ്ധം ചെയ്യാൻ വയ്യെങ്കിൽ മൂക്കുമുട്ടെ തിന്ന് പോയി കിടന്നുറങ്ങ്. ബാക്കി ഞങ്ങൾ നോക്കിക്കൊള്ളാം. വെറുതെ എന്നെ കൊണ്ട് ചന്ദ്രഹാസം എടുപ്പിക്കരുത്, രാവണൻ അട്ടഹസിച്ചു. കുംഭകർണന് കാര്യം മനസ്സിലായി. ഇയാൾ നന്നാവില്ല. ഇയാളുടെ കൈകൊണ്ട് ചാകുന്നതിനേക്കാൾ നല്ലത് സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ അമ്പ് കൊണ്ട് മരിക്കുന്നതാണ്. കുംഭകർണൻ എഴുന്നേറ്റു, ചേട്ടനെ തൊഴുതു. പതിയെ യുദ്ധഭൂമിയിലേക്ക് നടന്നു. ആകാശത്തോളം ഉയരമുള്ള കുംഭകർണൻ അത്രയും വലിയൊരു ശൂലവും എടുത്ത് യുദ്ധസന്നദ്ധനായി വാനരന്മാർക്ക് നേരെ നീങ്ങി. എന്തൊരു ഭീകരനാണിവൻ! ആകാശത്തോളം ഉയരമുണ്ടല്ലോ. ആരാണ് ഈ രാക്ഷസൻ? ശ്രീരാമൻ വിഭീഷണനോട് ചോദിച്ചു. ചേട്ടനാണ്. കുംഭകർണൻ എന്നാണ് പേര്. ഉറക്കമാണ് പ്രധാനം. ഉണർന്നിരുന്നാൽ യുദ്ധത്തിനൊരു മടിയുമില്ല. രാവണന്റെ വലങ്കൈ ഞാനൊന്ന് കണ്ടിട്ട് വരാം, വിഭീഷണൻ പറഞ്ഞു. എഴുന്നേറ്റ് കുംഭകർണന്റെ അടുക്കിലേക്ക് നീങ്ങി. പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. ചേട്ടാ, ഞാൻ അദ്ദേഹത്തോട് നല്ലത് പറഞ്ഞു കൊടുത്തതാണ്. പക്ഷെ കേട്ടില്ല. എന്നെ കൊല്ലാൻ വന്നു. എനിക്ക് വേറെ വഴിയൊന്നും ഉണ്ടായില്ല. ശ്രീരാമസ്വാമിയുടെ അടുത്ത് അഭയം ചോദിച്ചു വന്നു. ചേട്ടൻ എന്നോട് ക്ഷമിക്കണം. കുംഭകർണൻ അനിയനെ കെട്ടിപ്പിടിച്ചു. നെറ്റിയിൽ ഒരു ഉമ്മയും കൊടുത്തു. അനിയ, നീ ചെയ്തതാണ് ശരി. നീ ഭഗവാൻ അത്രയും പ്രിയപ്പെട്ടവനാണ്. നമ്മുടെ കുലം നശിക്കാതെ നോക്കാൻ നിനക്ക് കഴിയും. ദീർഘകാലം ജീവിക്കൂ, നല്ലതേ വരൂ. ഇനി നിൽക്കണ്ട, ശ്രീരാമൻ്റെ അടുത്തേക്ക് പോയിക്കോളൂ. ഞാൻ തുടങ്ങാൻ പോകുകയാണ്. ഇവിടെ നിന്നാൽ ആദ്യടി നിനക്ക് കിട്ടും. വിഭീഷണൻ കണ്ണുനീരോടെ ശ്രീരാമൻ്റെ അടുത്തേക്ക് മടങ്ങി. കുംഭകർണൻ യുദ്ധം ആരംഭിച്ചു. ഇങ്ങനെയൊരുത്തനെ ഇതുവരെ വാനരന്മാർക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. അടുത്തേക്ക് ചെന്നാൽ പിടിച്ചു വിഴുങ്ങും. കല്ലെറിഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഒറ്റയടിക്ക് 100 വാനരന്മാർ മരിച്ചു വീഴും. ബാക്കിയുള്ളവരെ ചവിട്ടി തെറിപ്പിക്കും. അങ്ങനെ ആയിരക്കണക്കിന് വാനരന്മാരെ കുംഭകർണൻ തീർത്തു. സുഗ്രീവനെ ദേഷ്യം പിടിച്ചു. ഒരു മല പൊക്കിയെടുത്ത് ഒറ്റയേറ്. കുംഭകർണൻ നെഞ്ചുകൊണ്ടത് തടുത്തു. കയ്യിലിരുന്ന ശൂലം കൊണ്ടൊരു കുത്തുകൊടുത്തു. ഒഴിഞ്ഞുമാറാൻ നോക്കിയെങ്കിലും സുഗ്രീവന് കുത്തുകൊണ്ട് വീണു. ബോധം പോയി. വാനരന്മാരുടെ രാജാവിനെ എടുത്ത് കുംഭകർണൻ ലങ്കയിലേക്ക് നടന്നു. രാജാവിനെ രക്ഷിക്കാൻ വാനരന്മാർ കൂടെ ചെന്നു. ഒരു കാര്യവും ഉണ്ടായില്ല. അടുത്താലല്ലേ രക്ഷിക്കാൻ പറ്റൂ. ഗോപുരത്തിൽ കാത്തുനിന്ന രാക്ഷസ സ്ത്രീകൾ വിജയിച്ചു വരുന്ന കുംഭകർണന്റെ ശിരസിൽ പനിനീരും സുഗന്ധദ്രവ്യങ്ങളും തളിച്ചു. വിഭീഷണന്റെ കയ്യിൽ ബോധം കെട്ടുകിടന്ന സുഗ്രീവനും കിട്ടി പനിനീരും സുഗന്ധദ്രവ്യങ്ങളുമൊക്കെ. കണ്ണുമിഴിച്ചു നോക്കിയപ്പോൾ കുംഭകർണൻ തന്നെ എടുത്തുകൊണ്ട് പോവുകയാണ്. പെട്ടെന്ന് മീശയും പിടിച്ചു വലിച്ച് കുംഭകർണന്റെ പുറം മുഴുവൻ മാന്തിപ്പറിച്ച് സുഗ്രീവൻ ചാടി രക്ഷപ്പെട്ടു. കുംഭകർണന് ദേഷ്യം കൊണ്ട് അട്ടഹസിച്ചു. വീണ്ടും യുദ്ധത്തിന് തിരിച്ചു നടന്നു. വാനരന്മാർ ഓടി രക്ഷപ്പെട്ടു. ലക്ഷ്മണൻ രംഗത്തിറങ്ങി. കുംഭകർണന് നേരെ ശരമാരി പെയ്തു. കുംഭകർണൻ പക്ഷെ ലക്ഷ്മണനോട് യുദ്ധം ചെയ്യാൻ നിന്നില്ല. അവഗണിച്ചു കളഞ്ഞു. ശ്രീരാമന്റെ കൈകൊണ്ട് മരണം വരിക്കാൻ നിശ്ചയിച്ച് അവൻ രാമനെ തേടിയെത്തി. പാഞ്ഞുവരുന്ന കുംഭകർണന് നേരെ ശ്രീരാമൻ ശരങ്ങൾ മഴ പോലെ വർഷിച്ചു. അവൻ അതൊന്നും ഏറ്റില്ല. പാഞ്ഞു വരുന്നതിൻ്റെ വേഗം കുറഞ്ഞുമില്ല. ശൂലമിരുന്ന വലത്തുകൈ ശ്രീരാമൻ അസ്ത്രമേത് മുറിച്ചു. കൈയും ശൂലവും യുദ്ധഭൂമിയിൽ വീണ് രാക്ഷസന്മാരും വാനരന്മാരും മരിച്ചു. ഇടത് കൈയിൽ ഒരു വലിയ മരവും കൊണ്ട് കുംഭകർണൻ ആക്രമിക്കാനെടുത്തു. ശ്രീരാമൻ ഇന്ദ്രാസ്ത്രമേത് ആ കൈയും മുറിച്ചു. അത് വീണും കുറേ പേര് മരിച്ചു. കുംഭകർണൻ 1 ഇഞ്ച് പിറകോട്ട് പോയില്ല. അലറിക്കൊണ്ട് രാമന് നേരെ കുതിച്ചു. അർദ്ധചന്ദ്രന്റെ ആകൃതിയിലുള്ള 2 അമ്പുകൾ കുംഭകർണന്റെ കാലുകൾ മുറിച്ചു കടന്നുപോയി. എന്നിട്ടും അവൻ പിന്മാറിയില്ല. വായും പിളർന്ന് ഇഴഞ്ഞു നീങ്ങി. ശ്രീരാമൻ കയ്യിൽ ദിവ്യാസ്ത്രമായ ഇന്ദ്രദേവതം പ്രത്യക്ഷപ്പെട്ടു. വെട്ടിത്തിളങ്ങുന്ന ഇന്ദ്രദേവതാസ്ത്രം മിന്നൽ പിണർ പോലെ പാഞ്ഞു. മരണമടുത്തത് മനസ്സിലാക്കിയ കുംഭകർണൻ മന്ദസ്മിതത്തോടെ രാമനെ മനസ്സിൽ ധ്യാനിച്ചു.
ഒരു നിമിഷത്തിൽ കുംഭകർണന്റെ കഴുത്ത് മുറിച്ച ദിവ്യാസ്ത്രം തിരിച്ചെത്തി ശ്രീരാമ ഭഗവാന്റെ ആവനാഴിയിൽ വിശ്രമിച്ചു. രാക്ഷസവീരന്റെ ശിരസ് ലങ്കാഗോപുരത്തിന്റെ മുന്നിൽ ചെന്ന് വീണു. ഉടൽ യുദ്ധഭൂമിയിലും. രാക്ഷസകുലത്തിലെ കരുത്തനായ യുദ്ധവീരൻ കുംഭകർണൻ വീണത് കണ്ട് ദേവകൾ സന്തോഷിച്ചു. ലങ്കയിൽ കൂട്ടക്കരച്ചിൽ ആരംഭിച്ചു.